ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂരിലെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപക അനധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ നിരവധി പേരിൽ നിന്നായി കോടികൾ തട്ടിയെടുത്തെന്ന് ആക്ഷേപം. പലരിൽ നിന്നും പണം വാങ്ങിയ ഇയാൾ ജൂലൈക്ക് ശേഷം ജോലിയിൽ നിന്ന് അവധിയെടുത്തിരിക്കുകയാണ്. ഇയാളെ അന്വേഷിച്ച് പണം നൽകിയവർ സ്കൂളിൽ എത്തുന്നതും വിദ്യാലയത്തിന് ചീത്തപ്പേരായിട്ടുണ്ട്. ഒറ്റപ്പാലത്തെ എയ്ഡഡ് സ്കൂളിലും ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് നടത്തിയതായുള്ള പരാതിയും ഉയരുന്നുണ്ട്. ഇവിടെ ജോലി നൽകാമെന്നേറ്റിരുന്നയാൾ ജോലി നൽകാതായതോടെ രാഷ്ട്രീയ നേതാവ് ഇടപെട്ടാണ് അധ്യാപികയ്ക്ക് ജോലി ലഭിച്ചത്. ഇതിനും CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എഴുതി നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. കോടികളുടെ തട്ടിപ്പാണ് സ്കൂളിലെ അധ്യാപിക അനധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് നടത്തിയിരുന്നത്. സ്കൂളിൽ നിലവിൽ അധ്യാപക അനധ്യാപക തസ്തിക ഒഴിവില്ല. 2029 മാത്രമേ സ്കൂളിൽ ഒഴിവുള്ളൂ. ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയയാളെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും പറയുന്നു. സംഭവത്തിൽ സ്കൂൾ മാനേജർ ഉൾപ്പെടെയുള്ളവരും വീട്ടിലായിരിക്കുകയാണ്. ജോലി നൽകാമെന്ന് പറഞ്ഞ് സ്കൂളിലെ ജീവനക്കാരനാണ് പണം വാങ്ങിയിരിക്കുന്നത് എന്നതിനാൽ സ്കൂളിനെ ദോഷമായി ബാധിച്ചു എന്ന് മാത്രമല്ല, CPMനകത്തും ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ സാന്നിധ്യം വിവാദമായിട്ടുണ്ട്. പണം നൽകിയവർ പരാതി നൽകാനുള്ള താല്പര്യവുമില്ല. ജോലിയോ പണമോ തിരികെ ലഭിക്കണമെന്നാണ് ആവശ്യം. ഇതിനിടെ കവളപ്പാറ സ്വദേശിയിൽ നിന്ന് വാങ്ങിയ 10 ലക്ഷം രൂപ ഇയാൾ തിരികെ നൽകിയിട്ടുമുണ്ട്. പെയിന്റിംഗ് തൊഴിലാളിയിൽ നിന്ന് ഉൾപ്പെടെ ബന്ധുവിൻ്റെ ജോലിക്കായി ലക്ഷങ്ങൾ വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നതാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.